അതിന് ഒരുപാട് കാരണങ്ങളാണുള്ളത്. ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഏകദേശം മധ്യകാലഘട്ടത്തിന് ശേഷം വിവരങ്ങൾ മുഴുവനും വിവരം നേടുക, അതിനെ വളർത്തുക എന്നതിന് പകരം അത് ചില ജീവിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി മാത്രമായി പോയി എന്നതാണ് സംഭവിച്ചു പോയിട്ടുള്ള പരാജയത്തിന്റെ അടിസ്ഥാനപരമായ കാരണം. അതായത് ഈ വിവരത്തിന് ഉദാഹരണം പറയാൻ, എനിക്ക് പഠിക്കാം, എന്തിനാ പഠിക്കണം, എനിക്കൊരു ജോലിക്ക് എന്നല്ലാതെ അതിനപ്പുറം പഠിക്കാൻ തയ്യാറാവണില്ല. അപ്പൊ ശംസുൽ ഉലമ ജോലിക്ക് വേണ്ടിയല്ലല്ലോ പഠിച്ചത്. ശംസുൽ ഉലമയും കണ്ണിയത്തും ജോലിക്ക് വേണ്ടി പഠിച്ചവരല്ല. കാരണം ജോലിക്ക് വേണ്ടിയാണെങ്കിൽ അവരൊന്നും അത്ര പഠിക്കേണ്ടതില്ലല്ലോ. എന്തിനാണ് അവർ പഠിച്ചത്? അവർ അവസാനം കൈപ്പറ്റ മമ്മൂട്ടി മുസ്ലിയാര് മരിക്കാൻ കിടക്കുന്നതിന്റെ തലേ ദിവസം ഒരാൾ രോഗം കാണാൻ വേണ്ടി ഗൾഫിൽ നിന്ന് വന്ന ഒരാള് ചെന്നപ്പോൾ ആ വന്ന ആളോട് പറയാ, ഗൾഫിൽ വല്ല പുതിയ കിതാബ് ഇറങ്ങിയിട്ടുണ്ടോന്ന് ചോദിക്കാം. ആരും മരിക്കണിന്റെ തലേ ദിവസം. അതായത് ഇറങ്ങിയോടത്തോളം കിതാബൊക്കെ നോക്കിയിട്ടുണ്ട്, ഇനി വല്ല പുതിയ കിതാബ് ഉണ്ടോന്ന് ചോദിച്ചു. അവരൊക്കെ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അഗ്രേസരന്മാരാ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അനവധി ഭാഷകൾ, 10, 14, 12, 14ഓളം ഭാഷകൾ വിവരമുള്ള ആളായിരുന്നു മോയിൻകുട്ടി വൈദ്യർ. ഈ മോയിൻകുട്ടി വൈദ്യർ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നൂറ്റാണ്ട് ഉപയോഗിച്ച ആളാണ്. നമ്മളെ ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ മഹാനായ ശംസുൽ ഉലമ അബ്ദുസ്സലാം മുസ്ലിയാർ, സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി അബ്ദുസ്സലാം മുസ്ലിയാൻ അനുസ്മരിച്ചല്ലോ. ബഹുമാനപ്പെട്ട കോട്ട അബ്ദുൽ ഖാദർ മുസ്ലിയാർ അപ്പാര പണ്ഡിതനാണ്. ആസ്ട്രോണമിയിലൊക്കെ ഭയങ്കര കഴിവാണ്. അപ്പാര പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അപാര പണ്ഡിതനായിരുന്നു. ഈ പാണ്ഡിത്യം അടുത്തായിട്ട് ഇവിടെ മരിക്കാൻ പോവാണോ എന്ന് തോന്നുക. ഒന്ന്, സ്കോപ്പിന് വേണ്ടിയുള്ള പഠനങ്ങൾ മാത്രമായി സമൂഹത്തിൽ പഠനങ്ങൾ നാശായിക്കൊണ്ടിരിക്കുക. ഇത് വലിയ നാശങ്ങൾ സമൂഹത്തിൽ വരുത്തിവെക്കുമെന്ന് ഗൗരവപൂർവമായി നമ്മൾ ചിന്തിക്കും. അപ്പൊ നമ്മൾ ഇതൊന്നും ഞാൻ അറിയില്ല എന്നൊരിക്കലും നമ്മൾ പറയാൻ പാടില്ല. നമ്മളിത് അറിയേണ്ടത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്കാണ് നമ്മളെ പടച്ചിട്ടുള്ളത്. ഈ ഭൂമിയും അതിന്റെ ജോഗ്രഫിയും അതിന്റെ ഹിസ്റ്ററിയും അതിന്റെ മറ്റു അക്ഷാംശ ധ്രുവാംശ രേഖകൾ സത്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതല്ലേ. ലോക ചരിത്രത്തിൽ ആദ്യമായി അക്ഷാംശ ധ്രുവാംശ രേഖകളെ വിഭജിച്ചത് മഹാനായ ദുൽഖർനൈനാണ്. അവരെ പറ്റിയാണ് വിശുദ്ധ ഖുർആനിൽ ഇന്ന മക്കന്നാ ലഹു ഫിൽ അർദി എന്ന് പറഞ്ഞത്. ആ ആയത്തിന്റെ വ്യാഖ്യാനത്തിലുണ്ട്. ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഭൂമിയിലെ അക്ഷാംശ ധ്രുവാംശ രേഖകൾ, അതായത് ഇന്ന സീസണിൽ ഇന്ന കാലത്ത് തണുപ്പുണ്ടാവും ചൂടുണ്ടാവും എന്ന് ഭൂമിയിലെ മൊത്തം, അദ്ദേഹത്തിന്റെ പേര് തന്നെ തുവാഫുൽ അർദ് എന്നാണ്. തുവാഫുൽ അർദ്, ഭൂമി ആകെ തവാഫ് ചെയ്ത ആളാണ്, പല തവണ തവാഫ് ചെയ്ത ആളാണ്. അൽ കഹ്ഫിൽ പറയുന്ന മഹാനായ സയ്യിദ്നാ ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു ലൈസ ബിനബിയ്യിൻ, നബി അല്ല. കാന മുഅ്മിനൻ മലിക്കൻ ആദിലൻ സാലിഹൻ, ഒരു സാലിഹായ ഒരു മുഅ്മിനായ രാജാവാണ്. അത്രേ ഉള്ളൂ സയ്യിദ്നാ ദുൽഖർനൈൻ. ബഹുമാനപ്പെട്ട ഭയങ്കര മഹാനാണ്. ഈ മഹാനാണ് സത്യത്തിൽ അക്ഷാംശ ധ്രുവാംശ രേഖകൾ വരെ ലോകത്ത് ആ സംവിധാനം ലോകത്ത് കൊണ്ടുവന്നത്. ഇത് ഏതായത്തിന്റെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വയസ്അലൂനക അൻ ദിൽ ഖർനൈൻ ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റാ ഇന്ന മക്കന്നാ ലഹു ഫിൽ അർദ്. ഭൂമിയിൽ എല്ലാവിധ സൗകര്യവും അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തു. അക്ഷാംശ ധ്രുവാംശ രേഖകൾ ആ സത്യത്തിൽ യാത്രകളുടെയും കീഴടക്കലിന്റെയും വിജയത്തിന്റെയും മുഴുവനും ഉദ്ദാനതകളുടെയും അടിത്തറയാണ് സത്യത്തിൽ അക്ഷാംശ ധ്രുവാംശ രേഖകളെ കുറിച്ചുള്ള വിവരം. ഇത് ലോകത്തിന് നൽകിയത് 4000 കൊല്ലം മുമ്പാണ്. 4000 കൊല്ലം മുമ്പാണ് മഹാനായ സയ്യിദ്നാ ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു കാന മുആസിറ ഇബ്രാഹിം എന്ന് റൂഹുൽ ബയാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലക്കാരനാണ്. 4000 കൊല്ലം മുമ്പ് ജീവിച്ച മുസ്ലിമായ ദുൽഖർനൈനാണ് അക്ഷാംശ ധ്രുവാംശ രേഖകളെ കുറിച്ച് ലോകത്തിന് വിവരം കിട്ടുന്നത്. അപ്പോൾ ഇന്നുള്ള നമ്മൾ എന്തുകൊണ്ട് ഈ വിവരങ്ങളൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ ഇതിൽ ഒരു പഠനം നമ്മൾ നടത്തേണ്ടതില്ല? ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. സാധാരണക്കാരെ കുറിച്ച് നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയെക്കുറിച്ചൊരു അവബോധം നൽകുക. എന്നിട്ട് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇടപെടുക. പ്രകൃതിയും ഭൂമിയും നശിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നമ്മളെ സമുദായമാണെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്നാൽ ഒരിക്കലും നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. കാരണം നമ്മൾ അതിൻ്റെ ആളുകളാണ്. പിന്നെ നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. ഒന്ന്. രണ്ടാമതായി ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം പണ്ഡിത വിദ്യാർത്ഥികൾക്ക് ഒരു പ്രചോദനം ഉണ്ടാകാൻ വേണ്ടിയാണ്.
ഇതിങ്ങനെയൊക്കെ കാണിച്ച് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഇനിയുള്ള പഠനങ്ങളിലും കാര്യങ്ങളിലൊക്കെ. കാരണം ഇവിടെ സത്യത്തിൽ വലിയ ആസ്ട്രോണമിയിലൊക്കെ പഠനം നടത്തുന്ന, പ്ലാനറ്റുകളിലൊക്കെ പഠനം നടത്തുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ പഠനം ന്യൂട്ടന്റെയും ഐൻസ്റ്റീൻ്റെയും ഒക്കെ വാക്കുകളല്ലാതെ അതിനപ്പുറം ഒരു ബേസ് ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉദാത്തമായ ഒരു ബേസ് ഉണ്ട്. എന്താണത്? വിശുദ്ധ ഖുർആൻ. അറിവിന്റെ അക്ഷയഖനിയ, അറിവിന്റെ അക്ഷയഖനിയാണ്. ഇപ്പൊ എന്റെ വിദ്യാർത്ഥികൾക്ക് അറിയാലോ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഭൂമി പോലെ ഇനിയും ഗോളമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല തവണയും. ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ശാസ്ത്രലോകം അത് കണ്ടുപിടിച്ചത്, 2-3 കൊല്ലം മുമ്പാണ്. ഇത് 10 കൊല്ലം മുമ്പ് വരെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ അത് കേട്ട ആളുകളുണ്ട്. അവിടെ ജനവാസം ഉണ്ടോ ഇല്ല എന്നുള്ള വേറെ വിഷയം. പക്ഷെ ഇങ്ങനെയുള്ള ഇതിനോട് സമാനമായ ഇത്രയും സൗകര്യങ്ങൾ ഇതിലുണ്ടായിക്കോളന്നില്ല, ഈ അറ്റ്മോസ്ഫിയർ ഉണ്ടായിക്കോളന്നൊന്നുമില്ല, പക്ഷെ ഇതിന് സമാനമായ ഗോളങ്ങളുണ്ട് എന്ന് ഞാനൊരു 10 കൊല്ലം മുമ്പ് വരെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. 8-10 കൊല്ലം മുമ്പുള്ള ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ശാസ്ത്രം പറയുന്നത് മൂലം നമ്മള് ആസ്ട്രോണമി പഠിച്ച ആളാണോ, അതിലത്ര ജീനിയസ് ആണോ, ഒന്നുമല്ല. പിന്നെ എങ്ങനെ നമുക്കിത് കിട്ടിയത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ്. അത് ഉണ്ടാവാതിരിക്കാൻ തരമില്ല എന്നാണ്. എന്റെ കയ്യിൽ ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇന്നലെ UNA ഈ വിഷയത്തിൽ നെറ്റ് പരിശോധിച്ചപ്പോൾ കറക്റ്റാണ്, നമ്മളെ കയ്യിലുള്ള വിവരം കറക്റ്റാണ്. അവിടെ ആ അറബി വിവരത്തെ ഇംഗ്ലീഷ് വൽക്കരിച്ചു എന്നല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. UNA കയ്യിലുള്ള ഇന്നലെ നാണ് നമ്മളെ കുറച്ച് വിദ്യാർത്ഥികളും കൂടി ഇരുന്ന് നെറ്റ് പരിശോധിക്കുന്നു രാത്രി. പക്ഷെ കറക്റ്റാണ് നമ്മളെ കയ്യിലൊക്കെയുള്ള വിവരം. ആ വിവരവുമായി സത്യത്തിൽ ഇന്നുള്ള ആ വിവരം യോജിക്കുക. എന്തുകൊണ്ട്? ആ അടിസ്ഥാനപരമായ വിവരങ്ങൾ നമ്മൾക്ക് ഖുർആനിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് അതിന് അടിസ്ഥാനപരമായ കാരണം. അപ്പൊ ഞാനിത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, എൻ്റെ ഭാവിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിന് പ്രചോദനമായി മാറണം. നമ്മൾ ഈ നാട്ടിൻ്റെ ലോകത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ അധികാരം ഏറ്റെടുക്കണം. നമ്മൾ പുറകോട്ട് പോകാൻ പാടില്ല. നമ്മൾ വളരെ ഉഷാറായിട്ട് ലോകത്ത് നമ്മളല്ലേ ഈ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ നമ്മൾ കൊണ്ടുവന്ന മാറ്റം ലോകത്ത് ആർക്കാണ് ചെയ്യാൻ കഴിഞ്ഞത്? ജലഘടികാരം യൂറോപ്യർക്ക് മുസ്ലിം രാജാക്കന്മാർ അയച്ചു കൊടുത്തപ്പോൾ അത് ഗൂഢോത്ര എന്ന് വിചാരിച്ച് തല്ലിപ്പൊളിച്ചു എന്നാ ചരിത്രം. ജലഘടികാരം ആദ്യമായി കണ്ടുപിടിച്ചത് മുസ്ലിം രാജാക്കന്മാരാണ്, മുസ്ലിം പണ്ഡിതന്മാരാണ്. എന്നിട്ട് അക്കാലത്തെ അബ്ബാസി ഖലീഫ യൂറോപ്പിലേക്ക് അയച്ചു കൊടുത്തപ്പോൾ ജലഘടികാരം, ആദ്യത്തെ ഘടികാരം വെള്ളം കൊണ്ട് നിയന്ത്രിക്കുന്ന ബാലൻസ് ഉണ്ടാക്കിയ 24 മണിക്കൂറിന്റെ ഒരു ഘടികാരം, അത് മുസ്ലിമീങ്ങളെ വികസിച്ചു. ലോകത്താദ്യമായി 0 കണ്ടുപിടിച്ചത് മുസ്ലിമീങ്ങളാണ്. 0 എന്ന് പറഞ്ഞ സംഗതിയാണ്. സത്യത്തിൽ ഒരു വിലയില്ല എന്ന് പറയും, അതിന്റെ അത്ര വില വേറൊന്നുമില്ല. ഏറ്റവും വിലയുള്ളത് 0. അൽജിബ്ര കണക്ക് കണ്ടുപിടിച്ച മുസ്ലിമീങ്ങളാ. 0 കണ്ടു. ലോകത്തെ വിപ്ലവങ്ങളാണ് നടന്നത് 0 കണ്ടുപിടിച്ചതിന് ശേഷം. വിപ്ലവങ്ങൾ നടന്നത് 0 എന്നത് കണക്കാണല്ലോ. സത്യത്തിൽ മാത്സിന്റെ ബേസ് എന്നാണ്, ലോകത്തിന്റെ ബേസാണ്. കണക്കിന്മേലാണ് ലോകം നിൽക്കുന്നത്. ഈ കണക്ക് മുഴുവൻ മുസ്ലിമീങ്ങളുടെ, എല്ലാ മുസ്ലിമീങ്ങളുടെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള മുസ്ലിം സമുദായം ഇതിൽ നിന്ന് പുറകോട്ട് പോവുക എന്ന് പറഞ്ഞാൽ വളരെ വേദനാജനകമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, ഈ സ്കോപ്പിന് വേണ്ടിയുള്ള പഠനത്തിന് അപ്പുറം പഠിക്കാൻ തയ്യാറാവും. എന്നാൽ പഠിച്ചവന് സ്കോപ്പ് ഉണ്ടാവില്ല, തീർച്ചയായിട്ടും ഉണ്ടാവും. പഠിച്ചവന് പഠനം ഉണ്ട്, തലയിൽ പണിയുണ്ട ഒരാൾക്ക് ഒരു 5000 റുപ്യ എന്നല്ല ശമ്പളം, അത് 1 ലക്ഷം കൊടുക്കാനും ജനങ്ങൾ തയ്യാറാവും. 1 ലക്ഷം കൊടുക്കാനുള്ള കസേരകൾ, ശമ്പളം കിട്ടാവുന്ന കസേരയിൽ ശൂന്യമായി കിടക്കുന്ന കസേരകൾ എനിക്കറിയാം. പക്ഷെ ആളില്ലാത്തത് കൊണ്ടാണ്. അതിനൊക്കെ പറ്റുന്ന ആളുകളുണ്ട്. നമ്മളെ ഇന്ന് വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ, അവർക്ക് ഈ വിഷയത്തിലൊക്കെ ചില പഠനങ്ങൾ നടത്തിയാൽ വ്യക്തമായ വ്യത്യാസങ്ങൾ അവർക്ക് ലോകത്ത് കാണിക്കാൻ കഴിയണം. അങ്ങനെ നമുക്ക് ആ പഴയ കാലത്തെ മടക്കി കൊണ്ടുവരണം. കോർഡോവയും സിസിലിയും ഒക്കെ സത്യത്തിൽ സ്പെയിനിൽ പള്ളികൾ കള്ളുഷാപ്പുകളാക്കി എന്നതാണ്. പള്ളികൾ കള്ളുഷാപ്പ് എത്ര സ്പെയിനിലൊക്കെ എത്ര പള്ളികൾ കള്ളുഷാപ്പുകളാ? ഇല്ല, മുസ്ലിമീങ്ങളില്ല. കാരണം അടിച്ചു തുടച്ച് നീക്കപ്പെട്ടു. അനാവശ്യ കാര്യങ്ങളിൽ പണ്ഡിതന്മാർ തർക്കിച്ചിട്ട് തകർന്നു ഈ സമുദായം. അനാവശ്യ കാര്യങ്ങളിൽ മുസ്ലിം പണ്ഡിതന്മാർ തർക്കിച്ചത് കൊണ്ട് രാജാക്കന്മാർ നാശായി. അങ്ങനെയാണ് സ്പെയിൻ തകർന്നത്. ലക്ഷക്കണക്കായ ആളുകൾ ഒരാഴ്ച കൊണ്ട് കാഫറായത് സ്പെയിനിലാണ്. ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ ഒരാഴ്ച കൊണ്ട് കാഫറായി. എവിടെ? അൽ കാരിസത്തുൽ അളീമ എന്നാണ് അതേക്കുറിച്ച് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തം, ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തം സ്പെയിനിലാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഒരാഴ്ച ഇസ്ലാമിന്റെ പുറത്ത്. കാരണം ഈ ആവശ്യമില്ലാത്ത തർക്കിച്ചു, ആവശ്യമുള്ളതൊന്നും ചെയ്തു. എന്നാൽ ഇതേ സ്പെയിനിലാണ് മഹാന്മാർ മുഴുവനും പഠിച്ചത്. ഇമാം ബുഖാരി അടക്കം സ്പെയിനിൽ പഠിച്ച, ഇമാം ബുഖാരി സ്പെയിനിൽ പഠിച്ച. എങ്ങനെ നമുക്ക് ഓർക്കാൻ കഴിയും?
അപ്പൊ ഒരു കാലഘട്ടത്തിൽ എല്ലാം ഉണ്ടായിരുന്ന നമ്മൾ അനാവശ്യ